നമസ്കാരം. വിസ്ഡം വൈസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഐ എം അമൃത, അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ HSS ഡിപ്പാർട്ട്മെൻറ്റ്. ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം മാനക ഭാഷയും പ്രാദേശിക ഭാഷയും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ്. എന്താണ് പ്രാദേശിക ഭാഷ? നമുക്കറിയാം, നമ്മുടെ കൊച്ചു കേരളം 14 ജില്ലകളാൽ സമ്പുഷ്ടമാണ് എന്നുള്ളത്. അവിടെയുള്ള 14 ജില്ലകളിലും സംസാരിക്കുന്ന മാതൃഭാഷ എന്നുള്ളത് മലയാളം തന്നെയാണ്. എങ്കിലും 14 ജില്ലകളുടെയും മലയാള പദങ്ങൾക്ക് വ്യത്യസ്ത അർത്ഥങ്ങളാണുള്ളത്. അത്തരം അർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സംസാര ഭാഷ ഉപയോഗിക്കുന്നതിന് പ്രാദേശിക ഭാഷ എന്ന് നമ്മൾ പറയപ്പെടുന്നു. ഇതിനുദാഹരണമാണ് കാസർഗോഡൻ ഭാഷയും തൃശ്ശൂർ ഭാഷയും തിരുവനന്തപുരം ഭാഷയും ഒക്കെ. എന്നാൽ മാനക ഭാഷ എന്നുള്ളത് പത്രഭാഷയെ നമുക്ക് മാനക ഭാഷ എന്ന് വിളിക്കാം. അധ്യാപനം നടത്തുന്നത് മാനക ഭാഷയിലാണ്. പാഠ്യേതര വിഷയങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നത് മാനക ഭാഷയിലാണ്. ലിഖിത രൂപത്തിലുള്ള ശാസനങ്ങൾ കണ്ടുകിട്ടിയിരിക്കുന്നത് മാനക ഭാഷാ രൂപത്തിലാണ്. എന്തിനേറെ പറയുന്നു, മലയാളത്തിൻ്റെ അടിസ്ഥാന ഭാഷ എന്നത് മാനക ഭാഷ തന്നെ. എങ്കിലും ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്നറിയാത്ത ഒരു തലമുറയാണ് നമ്മുടെ മുന്നിൽ വളർന്നു വരുന്നത് എന്നത് വളരെ വേദനാജനകം തന്നെയാണ്. എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യത്തിന് സോഷ്യൽ മീഡിയയുടെ കടന്നുകയറ്റം തന്നെയാകാം ഇതിന് ഒരു പ്രധാന ഘടകം എന്ന് പറയാനേ വഴിയുള്ളൂ. നമുക്കറിയാം, പത്രവായന എന്നുള്ളത് നമ്മുടെ ഇടയിൽ സർവ്വസാധാരണമായി നടന്നു വന്നിരുന്ന ഒരു പ്രവണതയായിരുന്നു. ഇന്ന് പത്രങ്ങൾ കുട്ടികൾക്ക് അന്യമാണ്. അതുകൊണ്ട് തന്നെ മാനക ഭാഷയുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കുട്ടികൾക്ക് അറിയില്ല എന്നതാണ് പ്രധാന ഘടകം. ഇതിന് ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് മാതാപിതാക്കൾ തന്നെ, ഞാനടക്കുന്ന മാതാപിതാക്കൾ തന്നെയാണ്. നമുക്കറിയാം, മാതാവും പിതാവുമാണ് ഒരു കുഞ്ഞിൻ്റെ ആദ്യത്തെ ഗുരു എന്നുള്ളത്. ആ ഗുരുക്കന്മാർ ആദ്യം നൽകേണ്ടത് സംസ്കാരവും പൈതൃകവും എന്താണ് എന്നുള്ളത് അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിലൂടെ ഒരു ഭാഷ വളരുന്നു. ഒരു ഭാഷയുടെ നാശം സംഭവിക്കുമ്പോൾ അവിടെ ഒരു സംസ്കാരവും ഒരു പൈതൃകവുമാണ് ഇല്ലാതാകുന്നത് എന്ന ഉത്തമ ബോധ്യം നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടായിരിക്കേണ്ടതാണ്. ഇന്ന് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാനുണ്ടായ സാഹചര്യവും ഇതുതന്നെയാണ്. വളർന്നു വരുന്ന പുതിയ തലമുറയ്ക്ക് സംസ്കാരവും പൈതൃകവും നഷ്ടപ്പെടാൻ ഉണ്ടായ കാരണത്തെക്കുറിച്ച്, ഭാഷയുടെ നഷ്ടം അല്ലെങ്കിൽ സംസ്കാരത്തിൻ്റെ അറിവില്ലായ്മ, പൈതൃകത്തിൻ്റെ തിരിച്ചറിവ്, ഇതൊക്കെ നഷ്ടപ്പെടുന്ന ഒരു സമൂഹം ഉണ്ടാകുമ്പോൾ ആ സമൂഹത്തിൽ വളർന്നു വരുന്ന വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ വളർന്നു വരുന്ന യൗവനങ്ങൾക്ക് എന്തൊക്കെ നഷ്ടങ്ങളാണ് സംഭവിക്കുക എന്നുള്ള തിരിച്ചറിവ് നമ്മൾ ഓരോരുത്തരിലും ഉണ്ടായിരിക്കണം. ഇത്തരത്തിലൊരു പുതിയ തലമുറയെ വാർത്തെടുക്കാൻ നമ്മൾ ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.